സിന്ധുവിന് വല്ലാത്ത വിഷമമാണ്. ദിയ പോയതിനു ശേഷമാണോ അതോ രഹസ്യമായി വിവാഹം നടത്തിയത് കൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ് എല്ലാവരും. അഹാനയുടെ ഒരു സ്റ്റോറിയാണ് വൈറലായി മാറുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അഹാന സിന്ധുവിനെയും കൂട്ടി ഒരു സ്ഥലം വരെ പോയിരുന്നു. ഒന്ന് സ്ട്രെസ് മാറ്റാൻ വേണ്ടി സ്പാ ചെയ്യാൻ പോയിരുന്നു. അത് സിന്ധു സ്റ്റോറി ആക്കുകയും ചെയ്തിരുന്നു. അമ്മു എന്നെയും കൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് നല്ല സ്ട്രെസ് ഫ്രീ ആയി തോന്നാറുണ്ട് എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടവുമാണ്. അഹാനയാണ് എന്നും സിന്ധുവിന് കൂട്ട്. ഇപ്പോൾ നിരവധി പേർ സിന്ധുവിനോടും അഹാനയോടും ഒക്കെയാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. എന്താണ് ശരിക്കും ദിയ വിഷയത്തിൽ സംഭവിച്ചതെന്ന്, ദിയ രഹസ്യമായി നേരത്തെ വിവാഹം കഴിച്ചത് നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെയാണ് നിരവധി പേർ ചോദിക്കുന്നത്. ഇതെല്ലാം കാരണം തന്നെ ആകെ സ്ട്രെസ്സായി നിൽക്കുകയാണ് സിന്ധു എന്ന് പറയാം. ആരോടും ഉത്തരം പറയുന്നില്ല. ഇവരാരും തന്നെ യൂട്യൂബിൽ വീഡിയോകൾ പങ്കുവയ്ക്കുന്നില്ല. സാധാരണ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിന്ധുവെങ്കിലും വീഡിയോ പങ്കുവയ്ക്കുന്നതാണ്. ഇത് വിവാഹ കാര്യമല്ലാതെ മറ്റൊന്നും സിന്ധു ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്താണ് സിന്ധുവിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് നിരവധി പേർ. ഇപ്പോഴിതാ ഓണത്തിന് പൂക്കളം ഒരുക്കാനായുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായി അമ്മുവും സിന്ധുവും ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ എന്തിയെ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. ദിയ തിരിച്ച് മീനമ്മയുടെ അടുത്തേക്ക് പോയോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ദിയയുടെ സംഭവം എന്താണ് എന്ന് അറിയാതെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വിഷമത്തിലാണ് എന്ന് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സിന്ധു തന്നെ ഞങ്ങളോട് പറയണമെന്നും ആവശ്യപ്പെടുന്നവർ നിരവധി പേരാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അറിയേണ്ടത് ദിയ എന്തിനാണ് ഇങ്ങനെ എടുത്തുചാടിയത് എന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എടുത്തുചാട്ടം തന്നെയാണെന്ന് പറയുന്നു. എല്ലാവർക്കും അറിയുന്ന ഒരു പയ്യനാണ്. എല്ലാവർക്കും നന്നായി അറിയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ രഹസ്യമായി വിവാഹം കഴിച്ചത് ഒരുപക്ഷെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല. അത് തന്നെ ആയിരിക്കണം കാരണമെന്ന് പറയുന്നു. ഇതിനോടൊപ്പം തന്നെ നിരവധി പേർക്ക് സംസാരിക്കാനും വളരെയധികം നല്ല കാര്യങ്ങളായി മാറുന്നു. ദിയയും അശ്വനും ഇപ്പോൾ നല്ലൊരു ജീവിതത്തിലാണ്. അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കൂ, എന്തിനാണ് മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്നു. എന്തു തന്നെ ആയാലും സിന്ധു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല. വിവാഹം കഴിഞ്ഞതിന്റെ ക്ഷീണമാണോ അതോ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്താണ് ഈ മറ്റു പ്രശ്നം? അവർക്കൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്കാണ് പ്രശ്നമെന്ന് ഇവരുടെ ആരാധകർ തന്നെ വിമർശകരോട് പറയുന്നുണ്ട്. ദിയ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആദ്യം വളരെ സീക്രട്ട് ആയിട്ടായിരിക്കാം നടത്തിയിട്ടുണ്ടാവുക. പിന്നാലെ അവരെല്ലാം അറിഞ്ഞതായിരിക്കാം. എന്ത് തന്നെ ആയാലും അവരവരുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അവരുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ അവർക്ക് നന്നായി അറിയാമല്ലോ. 4 കുട്ടികളെ വളർത്തിയതല്ലേ, അതുകൊണ്ട് അതിലൊരു തെറ്റും ഉണ്ടാകില്ല എന്ന് പറയുന്നു. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഊഹിക്കണ്ട എന്നും ഇവരുടെ ആരാധകർ തന്നെ തിരിച്ചു പറയുന്നുണ്ട്. എന്തായാലും സിന്ധുവിന്റെ മുഖത്തൊരു നല്ല വിഷമമുണ്ട്. അത് മാറ്റാൻ തന്നെയാണ് അമ്മ കൂടെ നിൽക്കുന്നതെന്നറിയാം. അമ്മു നല്ലൊരു മകളാണ്. അമ്മയെ സ്നേഹിക്കുന്ന, അച്ഛനെ സ്നേഹിക്കുന്ന ഒരു മകൾ. ഇത്രയും പ്രായമായിട്ടും ഒരു വിവാഹം കഴിക്കാതെ തനിക്ക് ചേരുന്ന ഒരു പയ്യനെ തപ്പി നടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അഹാന. അതിനു മുൻപേ ദിയ വിവാഹം കഴിച്ചപ്പോഴേ നമുക്കറിയാം ഇതൊക്കെ എടുത്തുചാട്ടം തന്നെയാണെന്ന്. സിന്ധുവിനും കൃഷ്ണകുമാറിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അതാണ് പ്രേക്ഷകർ പറയുന്നതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.